അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിയ CBI കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊലയാളികളും ഗൂഢാലോചന നടത്തിയവരും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പി ജയരാജനും ടി വി രാജേഷും സഞ്ചരിച്ച വാഹനം തടഞ്ഞെന്നാരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂറിനെ പരസ്യ വിചാരണ നടത്തി CPM ക്രിമിനൽ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലയാളികളും കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരും ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനലുകളും ശിക്ഷിക്കപ്പെടണം. രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് CPM സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അറിവോടെയാണെന്ന UDF ആരോപണത്തിന് അടിവരയിടുന്നതാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രം. CPM നേതാക്കൾക്കൊപ്പം ആശുപത്രി മുറിയിൽ ഗൂഢാലോചന നടത്തിയ 2 ക്രിമിനലുകൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകളും CBI ഹാജരാക്കിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ കൊടും ക്രിമിനലുകൾക്ക് ഇപ്പോഴും സംരക്ഷണം ഒരുക്കുകയും ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുകയും ചെയ്യുന്ന CPM ഷുക്കൂർ വധക്കേസ് പ്രതികളെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പാണ്. മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ നേതാക്കളും സർക്കാരിന് നേതൃത്വം നൽകുന്നത് എന്നത് കേരളത്തിന് അപമാനമാണ്. രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തുന്നതും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്തും മാല പൊട്ടിക്കലുമെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് CPMലെ പുതുതലമുറ നേതാക്കളെങ്കിലും തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.